ഹാൻഡ് വർക്ക്, ഫുൾ ഹാൻഡ് വർക്ക്, മൺമറിഞ്ഞു പോയ ക്യാമറകളാണ് ഇപ്പോൾ ഫീൽഡിൽ അറിയാമല്ലോ. നമ്മളെ മലയാള സിനിമ വളരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഈ സത്യം വർഷം നസീർ സാറിൻ്റെയും കാലത്ത് നോക്കിക്കൊണ്ടല്ല, ഡിജിറ്റൽ വന്നതിന് ശേഷം ഇതെല്ലാം കാഴ്ചവസ്തുവായി. എൻ്റെ പേര് മോഹനൻ, സ്ഥലം നെയ്യാറ്റിൻകരയാണ്. ഞാൻ സിനിമയിലെ ആർട്ട് സഹായിയായിട്ടാണ് പ്രവർത്തിക്കുന്നത്, ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. ഈ മിനിയേച്ചർ ഞാൻ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ഒരു പുതിയൊരു ആശയം എൻ്റെ മനസ്സിൽ ഉദിച്ചിട്ടാണ്. കാരണം നമ്മളെ ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ മൺമറഞ്ഞു പോയ പഴയകാല കുറച്ച് ക്യാമറകൾ, അതിൽ 3 തരം ക്യാമറകളാണ് ഞാനൊരു മിനിയേച്ചർ രൂപത്തിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഇപ്പോഴത്തെ വിദ്യാർത്ഥികൾക്കൊന്നും അറിയാമോയെന്ന് എനിക്കറിയില്ല, അവരെ കൂടെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ ക്യാമറകൾ ഇങ്ങനെ ഉണ്ടാക്കി ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ആദ്യം ആയിട്ട് ഞാൻ പറയുന്നത് 1920 കാലഘട്ടത്തിൽ ഇറങ്ങിയ ഒരു ക്യാമറയാണ് മിക്സർ ക്യാമറ. അപ്പോൾ ഇത് ഈ മിനിയേച്ചറിന് വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ, നമ്മുടെ തേക്ക് മരം, ഇനാമൽ പെയിൻറ്, ഫുഡ് പ്രൈമർ, ഇങ്ങനെയുള്ള 2-3 ഐറ്റങ്ങൾ ചേർക്കുകയും പിന്നെ എൻ്റെ കരങ്ങളും അതോടുള്ള ആ രൂപം തന്നെ കിട്ടണമെന്ന് ഉള്ള ഒരു നിർബന്ധം കൊണ്ട് ഞാൻ കുറച്ച് പീസുകൾ ഇങ്ങനെ ചെയ്തിട്ട്, അപ്പോൾ ഒരെണ്ണത്തിന് ഒരു 3 ദിവസമെങ്കിലും എടുത്തിട്ടുണ്ടാവും ഞാനിത് ഇങ്ങനെ ഈ രൂപം ആക്കിയെടുക്കാനായിട്ട്. രണ്ടാമത്തത്, ഇതിൻ്റെ പേര് ആര്യ ഫ്ലെക്സ്. 1960 കാലഘട്ടത്തിലാണ് ഇത് നമ്മുടെ കേരളക്കല്ലിലെത്തുന്നത്. അത് ഈ അടുത്ത കാലത്ത് ഒരു 10-20 വർഷത്തോളം അതുവരേക്കും ഇതുണ്ടായിരുന്നു. പിന്നെ ഈ നമ്മുടെ പുതിയ ക്യാമറ ഒക്കെ വന്നതിന് ശേഷം ഇതെല്ലാം അങ്ങ് മൺമറഞ്ഞു പോയി, ഇതൊരു കാഴ്ചവസ്തുവായിട്ട് മാറി. പല പല സ്ഥാപനങ്ങളിലും ഇപ്പോഴും ഇത് കണ്ണാടിച്ചിലിനകത്ത് ഇന്നത്തെ തലമുറയ്ക്ക് കാണാൻ വേണ്ടി വച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് മൂന്നാമത് ഞാൻ ഉണ്ടാക്കിയ 3 ഐറ്റത്തിൽ മൂന്നാമത്തതാണ് ഈ ക്യാമറ. ഇത് പാനാവിഷൻ. ഇതിൻ്റെ വർഷം എന്ന് പറഞ്ഞത് 1950 കാലഘട്ടത്തിലാണ്. ഈ ആര്യഫ്ലെക്സും പാനാവിഷനും തമ്മിൽ ഒരു വളരെ ചുരുങ്ങിയ 10 വർഷത്തിൻ്റെ ഗ്യാപ്പിലേ വന്നിട്ടുള്ളൂ. ഞാൻ മുൻകാലങ്ങളിലുള്ള ഫെസ്റ്റിവലിൽ അക്കാഡമി എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് നിരവധി മൊമെൻറ്റോസുകളും ഒക്കെ പല തവണയുണ്ട്. അതായത് എൻ്റെ ഓർമ്മ 9, 10, 11 ഒക്കെ കാണുന്ന എൻ്റെ ഓർമ്മ. ആ സമയത്തെല്ലാം വുഡ് കൊണ്ടും ഒക്കെ ധാരാളം മൊമെൻറ്റോസും മറ്റ് വർക്കുകളൊക്കെ ഞാൻ എടുത്ത് ചെയ്തു. ഇനി എനിക്ക് കുറച്ചുകൂടി ആഴത്തിലേക്ക് ഇറങ്ങണമെന്നൊരു ആഗ്രഹം വരുന്നില്ല. അതായത് 1880 അങ്ങോട്ട് പുറകിലോട്ട് പോയി ചിന്തിച്ചിട്ട് അങ്ങനെ കുറേ ക്യാമറയുടെ മിനിയേച്ചറും പിന്നെ മൊമെൻറ്റോകളും ഒക്കെ കൊണ്ടുവന്നിട്ട് അടുത്ത വർഷത്തിലും പങ്കെടുക്കുമ്പോൾ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം.